വീഡിയോയിൽ നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് പ്രോഫിറ്റിന്റെ വിത്ത് പ്രൂഫാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വലുതായിട്ട് ലാഗ് അടുപ്പിക്കാണ്ട് അപ്പം നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം. ഡേ 1/800 നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് 2% ആണ്. അതായത് $60 5010 ഇന്ത്യൻ രൂപയും. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചതിന് നിങ്ങൾക്ക് കാണാം ഞാൻ എങ്ങനെയാണ് 1% പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊടുത്ത കോളും അത് എവിടെയൊക്കെ ടാർഗറ്റ് പോയിന്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ പ്രോപ്പറായിട്ട് ഡെയിലി 1% അപ്രീഷിയേറ്റ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 800 ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത് $80 ലക്ഷം ആയിരിക്കും. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ 800 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1% പ്രോഫിറ്റ് എടുക്കണം. 1% പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ദിവസത്തെ പ്രോഫിറ്റ് കാണാം. ഇതിൽ നമ്മൾ 2% ആണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. അതായത് 5010 ഇന്ത്യൻ രൂപയും അത് ഡോളറിൽ പറയുകയാണെങ്കിൽ $60 പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ശതമാനം ടാർഗറ്റ് ചെയ്താൽ നമ്മൾ എന്തിനാണ് 2% പ്രോഫിറ്റ് എടുക്കണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ചില ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യാറില്ല, നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യാറില്ല. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാം. അതുകൊണ്ട് അത് ടാലി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറ്റണത്ര മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ നോക്കുന്നത്. അതും അത്രയും ഷോർട്ടി ഉള്ളതുകൊണ്ട് മാത്രം. ട്രേഡിങ്ങിൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളാണ് കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും. ഇതിൻ്റെ കൂടെ കുറച്ച് റിസ്ക് മാനേജ്മെൻറ്റ് പിന്നെ സൈക്കോളജി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡിങ്ങിൽ 1%, 2%, 3% ഉണ്ടാക്കാം. ഡേ 1 തൊട്ട് ഡേ 5 വരെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റാണ് പെർ ഡേ 2%. അതായത് നമ്മൾ എയിം ചെയ്തത് 1%-നാണ്. 1% മിനിമം പ്രോഫിറ്റ് പെർ ഡേ നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്കൊരു മാസം 20% റിട്ടേൺ കിട്ടാൻ പോകുന്നത്. ഈ 20% റിട്ടേൺ കിട്ടുന്ന വേറെ എന്ത് പരിപാടിയാണ് നിങ്ങളുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് വിട്ട ഒരു ചെറിയ കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ 1% ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ അപ്പോഴൊക്കെ ശ്രദ്ധിക്കുക. മാർക്കറ്റ് എന്തായാലും ഒരു നല്ലൊരു റേഞ്ച് തന്നെ ഇപ്പം നമ്മളൊരു ബുള്ളിഷ് ടാർഗറ്റാണ് കൊടുത്തതെങ്കിൽ നല്ലൊരു റേഞ്ചിൽ തന്നെ മേലേക്ക് പോയിട്ടുണ്ടാവും മാർക്കറ്റ്. അതായത് നമ്മളൊരു 10 പോയിന്റ് ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് 20 പോയിന്റ് 30 പോയിന്റ് ഒക്കെയാണ് മേലേക്ക് പോയിരിക്കുന്നത്. അതിനേക്കാളും മേലേക്ക് പോയിന്റ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയണം. നിങ്ങൾക്കും ഈ 800 ഡേയ്സ് ട്രേഡിംഗ് ജേർണിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന കോൾസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. 1% ടാർഗറ്റ് എൻ്റെ ഒപ്പം അച്ചീവ് ചെയ്യുക. ഡേ 5 വരെയുള്ള കോൾസ് ഒക്കെ നിങ്ങൾ വൃത്തിക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഡേ 6-ലാണ് നമുക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോ യുഎസ്ഡിയിൽ ഒരു സെൽ കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കോൾ നമ്മൾ ഒരു സ്വിംഗ് ട്രേഡ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളൊരു 5 to 7% എയിം ചെയ്യേണ്ടതെന്നായിരുന്നു പറഞ്ഞത്. മാർക്കറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് നമുക്കത് എന്താ ചെയ്യുക, കോസ്റ്റ് ടു കോസ്റ്റിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും ലോസിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും കോസ്റ്റ് ടു കോസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. കാരണം മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച 1%ലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കോസ്റ്റ് ടു കോസ്റ്റിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഡേ 7-ൽ നമുക്ക് നല്ലൊരു 1% ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ ഞാൻ അടുത്ത ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 1% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അതായത് $30 and 2505 ഇന്ത്യൻ റുപ്പീസ്. സോ നമ്മൾ പറഞ്ഞ പോലെ മിനിമം 1% ആണ് നമ്മുടെ ടാർഗറ്റ്. സോ ടാർഗറ്റ് ഫോർ ദ ഡേ 7 ഇസ് അച്ചീവ്ഡ്. ഡേ 8-ൽ ഞാൻ കൊടുത്ത കോൾസ് ഇനിയും ട്രിഗർ ആയിട്ടില്ല. കാരണം അത് ഫ്രൈഡേ ആയിരുന്നു. മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ട്രിഗർ ആ പൊസിഷനിലേക്ക് വന്നിട്ടില്ല. നമ്മൾ കോൾ കൊടുത്ത പൊസിഷനിലേക്ക് വന്നിട്ടില്ല. സോ നമുക്ക് മൺഡേ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കാണാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനിയും ഫെർദർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഒരു 8 ഡേയ്സ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. സോ ഫാർ നോ ലോസസ്. അതായത് നമ്മൾ ഏകദേശം ഒരു 28,000 രൂപ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. സോ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും സാധ്യമല്ല. നിങ്ങൾ ജസ്റ്റ് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനിപ്പോൾ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.